നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 95 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇലക്ഷന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആനന്ദ്, 11 സംസ്ഥാനങ്ങളിലും ഒരു പുതുച്ചേരിയിലുമടക്കം 95 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ഇതിൽ ആസാമിലാണ് രാവിലെ 9 മണി വരെ 9.51% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒഡീഷയിൽ 2.15%, ഛത്തീസ്ഗഡിൽ 7.75%. ഇത്തരത്തിൽ വളരെ മികച്ച ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്നത്. അതേസമയം കശ്മീരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമുള്ളത്. ഇവിടെ രാവിലെ 9 മണി വരെയുള്ള കണക്കനുസരിച്ച് 0.99% മാത്രമാണ് ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ശ്രീനഗറിലും ഉദ്ധംപൂറിലുമാണ്. ഇവിടെ ശ്രീനഗറിൽ ഏറ്റവും വലിയ ഒരു സുരക്ഷയാണ് സേന ഒരുക്കിയിരിക്കുന്നതും. കഴിഞ്ഞ 2017 ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 7% മാത്രമായിരുന്നു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനിങ്ങുകളും എല്ലാം നടന്നിരുന്നു. എന്നാൽ എന്തുതന്നെയാലും ഇപ്പോൾ ശ്രീനഗറിലടക്കം ചെറിയ പോളിംഗ് ശതമാനം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ വളരെ ശക്തിയേറിയ ഒരു പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ DMKയും AIDMKയും അതുപോലെ തന്നെ TTV ദിനകരന്റെ AMMK ഈ 3 പാർട്ടികൾ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിലെ തെക്കൻ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഇവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കനിമൊഴി, കമലഹാസൻ, രജനീകാന്ത് അടക്കമുള്ള നിരവധി പ്രമുഖർ തമിഴ്നാട്ടിൽ രാവിലെ തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. തമിഴ്നാട്ടിൽ ഇത്തവണ DMK വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കഴിഞ്ഞ 2014 അപേക്ഷിച്ച് AIDMKക്ക് വലിയ ഒരു തിരിച്ചടി നേരിടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ 2014 AIDMK 37 സീറ്റുകൾ 39ൽ 37 സീറ്റുകൾ നേടിയ AIDMK ഇത്തവണ വലിയൊരു തിരിച്ചടി നേരിടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് TTV ദിനകരന്റെ പാർട്ടിയുമായിട്ട് വോട്ട് സ്പ്ലിറ്റിംഗ് TTV ദിനകരന്റെ പാർട്ടിയിലേക്ക് വോട്ട് സ്പ്ലിറ്റിംഗ് വരുന്നത് കൊണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ AIDMKക്ക് തിരിച്ചടി ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തമിഴ്നാട്ടിൽ ഇപ്പോൾ ജനവിധി തേടുന്ന പ്രമുഖർ എന്ന് പറയുന്നത് DMKക്ക് വേണ്ടി കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ TR ബാലു DMKക്ക് വേണ്ടി ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. A രാജ നീലഗിരിയിൽ നിന്നും മത്സരിക്കുന്നു. ദയാനിധി മാരൻ ചെന്നൈ സെൻട്രലിൽ നിന്നും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ CPIMന് പ്രധാനപ്പെട്ട 2 സീറ്റുകൾ എന്ന് പറയുന്നത് മധുരയും കോയമ്പത്തൂരുമാണ്. മധുരയിൽ സു വെങ്കടേശനാണ് CPIMന്റെ സ്ഥാനാർത്ഥി. ഇത് CPIMന് ഏറെക്കുറെ വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റ് തന്നെയാണ് മധുര സീറ്റ്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിൽ നിന്നും VR നടരാജനാണ് CPIMന് വേണ്ടി മത്സരിക്കുന്നത്. ഇനി കർണാടകയിലേക്ക് വന്നാൽ ഇവിടെ 14 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതത്രയും JDSന് പ്രാതിനിധ്യമുള്ള ഒരു മേഖലയാണ് ഈ 14 ലോക്സഭാ മണ്ഡലങ്ങളും. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് മാണ്ഡ്യ മണ്ഡലത്തിലാണ്. മാണ്ഡ്യയിൽ സുമലത BJP സ്വതന്ത്രയായി മത്സരിക്കുമ്പോൾ സുമലതയ്ക്ക് എതിരായി മത്സരിക്കുന്നത് JDSന്റെ നിഖിൽ കുമാരസ്വാമിയാണ്. മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി ഇവിടെ മത്സരിക്കാനെത്തുമ്പോൾ ഇവിടെ JDSന്റെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. ഇത്തവണ കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് JDSന് വളരെ നിർണായകമാണ്. JDS കോൺഗ്രസ് സഖ്യം ഏറ്റവും അവസാനമാണ് ഇവർ രൂപീകരിച്ചത്. ഈ സഖ്യത്തിൽ തന്നെ JDSലെ പല പ്രാദേശിക നേതാക്കൾക്കും അസ്വാരസ്യങ്ങളുണ്ട്. ഇത് തിരിച്ചടി ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് BJP മുന്നിൽ കാണുന്നത്. എന്തുതന്നെയായാലും കർണാടകയിൽ നളിൻ കുമാർ കട്ടീൽ BJPക്ക് വേണ്ടി ദക്ഷിണ കന്നഡയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം DY സദാനന്ദ ഗൗഡ ബംഗളൂരു നോർത്തിൽ നിന്ന് മത്സരിക്കുന്നു. JDSന് വേണ്ടി ദേവഗൗഡ തുംകൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ദേവഗൗഡ കഴിഞ്ഞ തവണയെല്ലാം ഹസനിൽ നിന്ന് മത്സരിച്ചായിരുന്നു. ഹസൻ
ആ ഒരു മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ടാണ് ദേവഗൌഡ ഇത്തവണ തുംകൂരിലേക്ക് വരുന്നത്. അവിടെ ദേവഗൌഡയ്ക്ക് വളരെ വലിയൊരു മത്സരം തന്നെയാണ് തുംകൂരിൽ ഉള്ളത്. അതേസമയം ഇത്തവണ നടൻ പ്രകാശ് രാജും കർണാടകത്തിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഇവരെല്ലാം തന്നെ രാവിലെ കർണാടകയിലും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെ കാണിക്കുന്നുമുണ്ട്. അതേസമയം ചില അനിഷ്ട സംഭവങ്ങളും രാവിലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. 2 മാവോയിസ്റ്റുകളെ വധിക്കുന്ന ഒരു സാഹചര്യം ഛത്തീസ്ഗഡിലുണ്ടായി. ഈ ഛത്തീസ്ഗഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒഡീഷയിൽ ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള ഒരു സുരക്ഷയാണ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് വിഷ്ണു ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കലിലാണ് മുന്നണികൾ. കണക്ക് കൂട്ടിയും കുറച്ചും പരമാവധി സീറ്റ് നേടാൻ പ്രധാന മുന്നണികളായ LDFും UDFും ശക്തമായി രംഗത്തിറങ്ങുമ്പോൾ ഒരു സീറ്റെങ്കിലും പിടിക്കണം എന്ന ആഗ്രഹത്തിലാണ് കേരളത്തിലെ NDA. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 നാൾ ശേഷിക്കെ ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പിക്കുവാനുള്ള അവസാനഘട്ട പ്രചരണത്തിലാണ് LDFും UDFും. മോദി വിരുദ്ധ തരംഗവും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന വിശ്വാസവും ഒപ്പം സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കാനായതും LDFിന് അനുകൂല ഘടകങ്ങളാണ്. താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികൾ പലതവണ നേരിട്ട് വോട്ടർമാരെ കാണാനായതും വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് LDF കേന്ദ്രം. ഒപ്പം സംസ്ഥാന ഭരണ നേട്ടവും LDFിന് മുതൽക്കൂട്ടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഊർജമാണ് UDFിന്റെ കരുത്ത്. എങ്കിലും ഇത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കാൻ ആകുന്നില്ല എന്നതാണ് UDFിനെ വലയ്ക്കുന്നത്. ഒപ്പം MK രാഘവന് നേരെ ഉയർന്ന കോഴ ആരോപണവും ദൃശ്യങ്ങളും വടക്കൻ മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രചരണ പ്രവർത്തനത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ട്. ഒപ്പം തെക്കൻ ജില്ലകളിൽ പ്രധാനമായ തിരുവനന്തപുരത്ത് പ്രചരണത്തിന് വേഗം പോരെന്ന പരാതി സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ ഉയർത്തിയത് UDFിന്റെ പ്രചരണ രംഗത്തിന്റെ പോരായ്മകളാണ് ഉയർത്തിക്കാട്ടുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഏത് വിധേനയും വിജയം നേടാൻ BJPയും ഒപ്പം RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളും രംഗത്തുണ്ട്. ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കാനായില്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന തിരിച്ചറിവും BJPക്കുണ്ട്. ജാതി കാർഡ് ഉയർത്തി വോട്ട് തേടാൻ സുവർണാവസരം കാത്തിരിക്കുന്ന BJPക്ക് ശബരിമല വിഷയം ഉയർത്താൻ കഴിയാതെ കടിഞ്ഞാണിട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളാണ് തിരിച്ചടിയായത്. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല പ്രചരണായുധമാക്കുന്നുണ്ട് BJP. എന്തായാലും പരമാവധി സീറ്റിൽ വിജയമുറപ്പിക്കുക എന്നത് തന്നെയാണ് മുന്നണികളുടെ പരമലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 3 മുന്നണികളും കടുത്ത പ്രതീക്ഷയിലാണോ? ചുവന്ന കോട്ടയ്ക്ക് ഇത്തവണയും വിള്ളൽ വീഴ്ത്താൻ കഴിയില്ലെന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഇത്തവണ അട്ടിമറി ഉണ്ടാകും എന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിന്റെ സ്വന്തം സമ്പത്തിന് ഭയാശങ്കകൾ ഏതുമില്ല. ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ട ഭദ്രമെന്ന് സമ്പത്തും പാർട്ടിയും ഉറച്ചു വിശ്വസിക്കുന്നു. 3 റൗണ്ട് പര്യടനം എല്ലാ ബൂത്തിലും ഇതിനോടകം സമ്പത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കൃത്യമായ പ്രചരണ സംവിധാനങ്ങളിലൂടെ താഴെത്തട്ടിലേക്ക് തന്റെ പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡോക്ടർ സമ്പത്ത്. ഇപ്പോൾ റോഡ് ഷോ സമ്പത്തിന്റെ ആരംഭിക്കാനായി പോവുകയാണ്. തുമ്പയിലാണ് നമ്മളുള്ളത്. ഒരു പറ്റം സമ്പത്തുമാരായി മാറിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തകരോടൊപ്പമാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ ചോദിക്കാം. 2267 സ്വീകരണ കേന്ദ്രങ്ങളിൽ ജനങ്ങളോട് ഇതുപോലെ മൈക്കെടുത്ത് വെച്ച് വർത്തമാനം പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യയിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ അങ്ങനെ ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ. അത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരിക്കും. അതിനെല്ലാം കാരണം ഈ ജനങ്ങളാണ്. ലത്തീൻ മുസ്ലിം വോട്ടുകൾ നിർണായകമായ ചിറയൻകീഴ് വർക്കല മണ്ഡലങ്ങളിലെ തീരമേഖലയിൽ കൂറ്റൻ റോഡ് ഷോ നടത്തി എതിരാളികളെ അമ്പരപ്പിക്കാൻ ഇടതുമുന്നണിക്ക് ഇന്നലെ കഴിഞ്ഞു. 1000-ലേറെ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സമ്പത്ത് തീരപ്രദേശത്ത് തേരോട്ടം നടത്തിയത്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളായ പെരുമാതുറയിലും മറ്റും മുസ്ലിം സ്ത്രീകളടക്കമുള്ളവർ കാത്തുനിന്ന് സമ്പത്തിന് അഭിവാദ്യമർപ്പിച്ചത് എതിരാളികൾക്കും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. നെടുമങ്ങാട് മണ്ഡലത്തിലെ ആനാട് പഞ്ചായത്തിലായിരുന്നു അടൂർ പ്രകാശിന്റെ ഇന്നലത്തെ പര്യടനം.
ഒരു റൗണ്ട് മണ്ഡലത്തിൽ മുഴുവനായി ഇതിനോടകം അടൂർ പ്രകാശ് പര്യടനം നടത്തി കഴിഞ്ഞു. ജനങ്ങൾ ഇറങ്ങി ഓരോ റോഡരികിലും ഉള്ള ഇടങ്ങളിൽ ഓടി വരുമ്പോഴും ഒക്കെ അവരുടെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതിൽ 3 സ്ഥാനാർത്ഥികളോട് അവരുടെ മണ്ഡലത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രികോണ മത്സരത്തിന്റെ എല്ലാ സാധ്യതയും നിലനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മോദി മറക്കരുതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം ദുരിതത്തിലാവാത്ത ഒരു ജനതയും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയും അധികാരത്തിലേറണമെന്ന് രാജ്യത്ത് ആരും ആഗ്രഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കടലുണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഏകമത നടപടികളുടെ തുടർച്ചയായാണ് BJP പൗരത്വ ബിൽ കൊണ്ടുവന്നത്. മനുഷ്യരെ മനുഷ്യനായി കാണുകയല്ല, മതത്തിന്റെ പേരിൽ മനുഷ്യനെ കാണുകയാണ് അവർ ചെയ്യുന്നതെന്നും എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദം ആരും കേട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സന്ദേശമാണ് രാജ്യത്തിന് രാഹുൽ ഗാന്ധി നൽകുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. മോദി ഇപ്പോൾ RSS പ്രചാരകനല്ല എന്ന് മോദി ഓർക്കണം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ സംസാരിക്കേണ്ടത് ആ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ്. നിങ്ങളുടെ നാടും രാജ്യവും ലോകവും കേൾക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള വാക്കുകളിലൂടെയാണ്. അവിടെ നിങ്ങൾ RSS പ്രചാരകന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപാണ്. ഇത് മോദിക്കും അമിത്ഷായ്ക്കും അറിയാത്തതല്ല, കള്ളം പ്രചരിപ്പിക്കുകയാണ്. അരുമശിഷ്യൻ എന്തിനാണ് പമ്പ വരെ പോയതെന്നും പിണറായി ചോദിച്ചു. എന്താ നടന്നത് എന്ന് മോദിക്കും അമിത്ഷാക്കും അറിയില്ലേ? നിങ്ങളെ പറയുന്ന പരിശുദ്ധനായ അനുയായി ശബരിമല അയ്യപ്പനെ മാത്രം വിളിച്ച് നടന്നയാള് എന്തിനാണ് പമ്പ വരെ പോയത്? ഇവിടെ അമിത്ഷാ ആലോചിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം, ആവശ്യമാണെങ്കിൽ കേന്ദ്ര സേനയെ ഞങ്ങൾ അയച്ചു തരാം. അവസാനത്തതിന് മാത്രം സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറഞ്ഞു, ഇപ്പൊ കേന്ദ്രസേന വേണ്ട, ഞങ്ങളുടെ സേനയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാമെന്ന് മോദിയും അമിത്ഷായും മോഹിക്കണ്ടെന്നും അക്രമം കാണിക്കാൻ ആര് പുറപ്പെട്ടാലും അഴിയെണ്ണേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത് നാട് വേറെയാണ്. ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അഴിയെണ്ണും. അതേസമയം ഇടതുപക്ഷത്തെ കേരള ജനതയ്ക്ക് അറിയാമെന്നും അവരുടെ കൈകളിലേക്കാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളമാണ് ഏറ്റവും മികച്ച മാതൃകാ സംസ്ഥാനമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന രാഹുൽ ഗാന്ധി LDFന് വോട്ട് ചെയ്യണമെന്നാണ് പരോക്ഷമായി ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷമാണ് കേരളത്തെ ഈ വിധത്തിൽ മാറ്റിമറിച്ചതെന്നുകൂടി അദ്ദേഹം ഓർമ്മിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അങ്കമാലിയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു യെച്ചൂരി. He comes here and says, we have given a corruption-free government. This government, the amount of money BJP is spending today, all this money is coming through this sort of corruption that has happened in the loot of India, through the NPS, through the Rafale deal, and through the deal of privatization of airports, including your Thiruvananthapuram airport, that is going to the Adanis, and all their friends are getting these deals, and all the money is coming back to the BJP through the new legal form of electoral bonds. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന RSS നേതൃത്വം നൽകുന്ന മോദി സർക്കാർ വർഗീയ വികാരങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ കൃത്യമായി നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിക്കണമെന്നും പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാരാട്ട്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്നാണ്
CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് മണ്ഡലത്തിലെത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന BJPയെ കടന്നാക്രമിച്ച പ്രകാശ് കരാട്ട് കോൺഗ്രസിന്റെ കാപട്യങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തു. നിലപാടുകളിൽ മാറ്റമില്ലാത്തത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സ്വയം ദുർബലപ്പെട്ട കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് BJPയുടെ പ്രതിനിധികളാണെന്നും BJPക്കും കോൺഗ്രസിനുമിടയിൽ അകലം കുറയുന്നുവെന്നും പ്രകാശ് കരാട്ട് പറഞ്ഞു. In today's political situation, it is only the left who is the most consistent, determined fighter politically and ideologically against the BJP and the communal forces. The Congress party has shown itself time and again to be compromising with the BJP and the communal forces. See how in this run-up to the Lok Sabha elections, dozens of Congress leaders have deserted the Congress and joined the BJP. So the distinction between the Congress and the BJP is getting blurred because of the erosion of the ideological commitment of the Congress to fight the communal forces. ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും ലംഘിച്ച മോഡി തൊഴിൽ അവസരങ്ങളെക്കാൾ തൊഴിലില്ലായ്മയാണ് സൃഷ്ടിച്ചത്. ഈ ഭരണത്തിൽ നേട്ടമുണ്ടാക്കിയത് വിരലിലെണ്ണാവുന്ന വൻകിടക്കാർ മാത്രമാണ്. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തിയത് രാജ്യത്തെ ഇടതുപക്ഷമാണെന്നും പ്രകാശ് കരാട്ട് ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് PK ചിത്രഭാനു അധ്യക്ഷനായ യോഗത്തിൽ LDF നേതാക്കളായ വൈക്കം വിശ്വൻ, AV റസൽ, CK ശശിധരൻ, മാണി C കാപ്പൻ, അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, സാബു മുരിക്കവേലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിക്കുന്നതിനെതിരെ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം രംഗത്ത്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി വിശ്വാസികൾ നടത്തിയ സമരം വഴിതെറ്റിയത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്ന് പന്തളം കൊട്ടാരത്തിലെ മകം തിരുനാൾ കേരളവർമ്മ രാജ അഭിപ്രായപ്പെട്ടു. കേരളി പീപ്പിളിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് രാജ BJPക്കെതിരെ പേരു പറയാതെ ആഞ്ഞടിച്ചത്. ശബരിമല വിഷയത്തിൽ ദില്ലിയിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തി കൂടിയാണ് രാജ. ശബരിമലയിൽ ആചാരലംഘനം നടക്കരുതെന്നാവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ നടത്തിയ യോഗങ്ങളിലും രാജ സംബന്ധിച്ചിട്ടുണ്ട്. ശബരിമല സമരം തുടങ്ങിയത് ആചാര സംരക്ഷണത്തിനു വേണ്ടിയാണ്. പിന്നീട് രാഷ്ട്രീയക്കാർ ഇടപെട്ട് സമരത്തിന്റെ ഉദ്ദേശശുദ്ധി അട്ടിമറിച്ചുവെന്ന് രാജ പറഞ്ഞു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുരുപയോഗിക്കുന്ന BJPയുടെ നിലപാടിനെയും രാജ ആക്രമിച്ചു. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് വന്നതിന് ശേഷം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള സതുദ്ദേശത്തോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ നാമജപയജ്ഞം ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മോശമായിട്ട് വന്നത് ചിലരുടെ രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള ഒരു അവസ്ഥ വരികയില്ലായിരിക്കും. തീർച്ചയായിട്ടും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനോ മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു നടപടിയും ഒരിടത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. രാജയുടെ പ്രഖ്യാപനം BJPക്കും കോൺഗ്രസിനുമുള്ള തിരിച്ചടി കൂടിയായി മാറിയിരിക്കുകയാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഈ രാജ്യമാകെ മുഴുവനായി നിർത്തിയിട്ട് നാട്ടുകാർക്ക് ഉപദ്രവം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആരുടെ അടുത്തും ആളുള്ളവല്ല. തിരുവനന്തപുരത്ത് പ്രവാസി നിവാസി പാർട്ടി പ്രതിനിധിയായി രാജ മത്സരരംഗത്തുമുണ്ട്. അയ്യപ്പൻ കളിച്ചു വളർന്നു എന്ന് വിശ്വസിക്കുന്ന പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ മുതിർന്ന അംഗമാണ് താൻ. പക്ഷേ ഭക്തിയുടെ രാഷ്ട്രീയ ദുരുപയോഗത്തിന് കൊട്ടാരം എതിരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് രാജ തിരുവനന്തപുരത്ത് വോട്ട് തേടുന്നത്. കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ മത്സരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ചില പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ വ്യക്തമാക്കാൻ എന്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അയ്യപ്പന്റെ രക്ഷകസ്ഥാനം അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള BJPക്ക് വേണ്ടി കേരളത്തിൽ മത്സരിക്കുന്ന അവരുടെ ഏറ്റവും ഉയർന്ന നേതാവായ കുമ്മനം രാജശേഖരനെതിരായ രാജയുടെ മത്സരം അതുകൊണ്ട് തന്നെ പ്രതീകാത്മകവുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിച്ച നവജാത ശിശുവിന്റെ ശസ്ത്രക്രിയ ആരംഭിച്ചു. കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ കണ്ടെത്തി. കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്നും അയോട്ടിക് വാൽവിന് ജന്മന വൈകല്യമുള്ളതായും കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മംഗലാപുരത്ത് നിന്ന് കുഞ്ഞിനെ, നവജാത ശിശുവിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇന്നലെ വൈകിട്ട് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. ആ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്
കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ട്. അയോർട്ടിക് വാൽവിന് ജന്മന വൈകല്യമുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന ധമനിക്കും കുഴപ്പങ്ങളുണ്ട്. ഇത് കുഞ്ഞിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 12 ദിവസവും ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയത്. ഹൃദയത്തിലുള്ള വൈകല്യങ്ങളല്ലാതെ വേറെയും വൈകല്യങ്ങൾ കുഞ്ഞിനെ പരിശോധന നടത്തിയതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് എന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അപകട സാധ്യത ഉണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ നടത്തും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 8:30 അടിയന്തര ശസ്ത്രക്രിയ തുടങ്ങിയത്. ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപക്ഷെ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിനോ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആനന്ദ്. ഉമേഷ്, ഒപ്പം കൊച്ചിയിൽ 3 വയസ്സുകാരന് മർദ്ദനമേറ്റ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. അതിൽ വധശ്രമത്തിന് കേസെടുത്തതായും കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന നിലയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മറ്റൊരു ദാരുണമായ സംഭവമായിരുന്നു ആനന്ദ്. അത് ഇന്നലെയാണ് ആലുവയിൽ താമസിക്കുന്ന 3 വയസ്സുകാരനെ ഗുരുതര പരിക്കുകളോടെ ഇന്നലെ കളമശ്ശേരിയിലെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി വീണ് പരിക്കേറ്റതാണ് എന്നതാണ് ഇതര സംസ്ഥാനക്കാരായ കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ തലയോട്ടിക്ക് പരിക്ക് ഉണ്ട്. മാത്രമല്ല കുഞ്ഞിന്റെ ദേഹത്ത് നിരവധി മുറിവേറ്റ പാടുകളും പൊള്ളലേറ്റ പാടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഏലൂർ പോലീസ് എത്തി ഡോക്ടറുടെ മൊഴി എടുത്തു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, കുഞ്ഞിന്റെ പിതാവ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, മാതാവ് ജാർഖണ്ഡ് സ്വദേശിയാണ്. ഇവരെ രണ്ടുപേരെയും ഏലൂർ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. രണ്ടുപേരും ഇപ്പോൾ ഏലൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കാരണം കുഞ്ഞിന്റെ പരിക്കുകൾ ഗുരുതരമുള്ളതായതുകൊണ്ട് തന്നെ ഇത് വീണ് പരിക്കേറ്റാൽ ഇത്രയധികം തലയോട്ടിയിൽ പരിക്കുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ വധശ്രമത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത ശേഷം ഇവർ കുറ്റക്കാരാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. അതേസമയം കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇന്ന് രാവിലെ തന്നെ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും അസുഖം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഗുരുതരമായി തന്നെ കുഞ്ഞിന്റെ നില തുടരുകയാണ്. വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. കെ ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 3 ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്ന് കേരളം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചത്. 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ എത്തിയത്. ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ 3 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ 400 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി നമ്മളിപ്പോൾ ഈ കൊച്ചിനെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കുകയായിരുന്നു. യാത്രാമധ്യയിൽ ഉണ്ടായിരുന്ന യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. കയറുമ്പോൾ പേഷ്യൻ്റ് ഇത്തിരി സിക്കാണെങ്കിലും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആംബുലൻസ് കടന്നു വന്നിടത്തെല്ലാം കേരള പോലീസും AKDF എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു. ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും. ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട MP-യും UDF സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി അധികാരത്തിന്റെ പിൻബലത്തിൽ ഭാര്യയുടെയും സഹോദരങ്ങളുടെയും പേരിൽ അനധികൃതമായി വായ്പ തരപ്പെടുത്തി വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി പരാതി. MP-യുടെ കുടുംബം സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സർവീസ് സഹകരണ ബാങ്കുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ആരോപണം ഉയർന്നു. ആന്റോ ആന്റണി MP-യുടെ സഹോദരനും കോൺഗ്രസ് സംഘടനാ നേതാവുമായ ചാൾസ് ആന്റണി പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ആയിരിക്കെ 12 കോടിയുടെ ക്രമക്കേട് നടത്തിയതായാണ് ബാങ്ക് ഭരണസമിതി മുൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത്. MP-യുടെ ഭാര്യ ഗ്രേസ് ആന്റോയെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൽ അംഗമാക്കുകയും ഇവരുടെ പേരിലുള്ള 47.596 വസ്തുവിന്റെ ഈടിന്മേൽ 3 പേരുടെ പേരിൽ 30 ലക്ഷം രൂപ ലോൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. MP-യുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ ഭാര്യ, മകൾ, മറ്റ് ബന്ധുക്കൾ എന്നിവരുടെ പേരിൽ 1 കോടി 40
40 ലക്ഷം രൂപ വായ്പയും എടുത്തു. എംപിയുടെ ജ്യേഷ്ഠ സഹോദരൻ ജെയിംസ് ആന്റണി, ഭാര്യ ചിന്നമ്മ ജെയിംസ്, മകൾ അനി എന്നിവരുടെയും മറ്റൊരു സഹോദരനായ ജോസ് ആന്റണി എന്നയാളുടെയും പേരിൽ 6,94 ലക്ഷം രൂപ സർവീസ് സഹകരണ ബാങ്കിൽ കുടിശ്ശികയുമുണ്ട്. ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് 2018 നവംബറിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സിറിയക് ലൂക്കോസ് ആരോപിച്ചു. കോട്ടയം DCC മെമ്പർ ഉൾപ്പെടെ 12 കോടി രൂപ ബാങ്കിന് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. വായ്പ എടുക്കുന്നത് 76 കോടി ഡെപ്പോസിറ്റുള്ള ബാങ്കിൽ 25 കോടി രൂപ ജില്ലാ ബാങ്ക് വായ്പയുണ്ട്. ഇപ്പം ബാങ്കിന് നിക്ഷേപകർക്ക് പണം കൊടുക്കാനോ ചിട്ടി പിടിച്ചവർക്ക് പണം കൊടുക്കാനോ ബാങ്കിന്റെ ബാക്കി ഒരു ഇടപാടുകളും നടക്കാതെ സാധിക്കുന്നില്ല. ബാങ്ക് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈടുവെച്ച ഭൂമിയുടെ വില പെരുപ്പിച്ച് കാട്ടിയാണ് എംപിയുടെ കുടുംബം ഇത്തരം വലിയൊരു ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കടുത്ത ചൂടിന് ശമനമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ പെയ്തിറങ്ങി. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത്തവണ 71% വേനൽ മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിൽ മൺസൂൺ എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുട്ടുപൊള്ളിയ നാളുകൾക്ക് വിരാമമായി വേനൽ മഴയെത്തി. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചു. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പത്തനംതിട്ട റാന്നിയിൽ നിരവധി വീടുകൾ തകർന്നിരുന്നു. വരുന്ന 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇടിമിന്നലുള്ളപ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ കനത്ത വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 71% വേനൽമഴയുടെ കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെയ് മാസത്തോടെ വേനൽമഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൺട്രോത്തുരുത്ത് നിവാസികൾക്ക് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടില്ല. എങ്കിലും മൺട്രോത്തുരുത്ത് നിവാസികൾ KN ബാലഗോപാലിന് വേണ്ടി വോട്ട് തേടി കൊല്ലം പട്ടണത്തിലിറങ്ങി. ബാലഗോപാലിന് വിജയാശംസകളുമായിട്ടാണ് അവരെത്തിയത്. മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരന്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന മൺട്രോത്തുരുത്ത് നിവാസികൾ പെരുമണിൽ നിന്നും സൈക്കിൾ റാലിയുമായാണ് കൊല്ലത്തെത്തിയത്. രാജ്യസഭാംഗമായിരിക്കെ KN ബാലഗോപാലാണ് പാർലമെന്റിലും പരിസ്ഥിതി വ്യതിയാനങ്ങളെക്കുറിച്ച് തായ്ലൻഡിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാറിലും മൺട്രോത്തുരുത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര പഠന സംഘങ്ങൾ മൺട്രോത്തുരുത്തിലെത്തി. മൺട്രോത്തുരുത്തിന്റെ ടൂറിസം സാധ്യതകളും വർദ്ധിപ്പിച്ചു. KN ബാലഗോപാൽ മുൻകൈയെടുത്ത് ഒരു ഭവന മാതൃകയും മൺട്രോത്തുരുത്തിനായി ഒരുക്കി. KN ബാലഗോപാലിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളായ അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ കൊല്ലത്തിന്റെ നിരവധിയായ നീർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം മുന്നിട്ടുണ്ടാവുമെന്ന ഞങ്ങളുടെ ഉറപ്പ് നിങ്ങൾക്ക് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് നൽകി ശ്രീ KN ബാലഗോപാലിനെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന മൺട്രോത്തുരുത്തുകാരുടെ അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തുന്നത്. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺട്രോത്തുരുത്തിൽ നിർമ്മിക്കുന്ന ആംഫിയൻസ് വീടിന്റെ ശില്പിയും ബാലഗോപാലാണ്. കൈരളി ന്യൂസ്, കൊല്ലം. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UDF നൽകിയ പരാതി തള്ളി. DYFI ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് നൽകുന്ന പൊതിച്ചോർ വിതരണം തുടരാനും കമ്മീഷൻ അനുമതി നൽകി. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അച്ചടിച്ച പോസ്റ്ററിൽ എണ്ണം കാണിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകിയത്. ഈ പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. UDF നൽകിയ പരാതി വ്യാജമായിരുന്നുവെന്ന് കമ്മീഷന് ബോധ്യമായി. പാവപ്പെട്ടവർക്ക് DYFI നൽകി വന്നിരുന്ന പൊതിച്ചോർ വിതരണം തുടരാമെന്നും എന്നാൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. രണ്ടാമത്തെ പൊതിച്ചോറിൻ്റെ കാര്യം ഇതേപോലെ തന്നെ തീരുമാനമായിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇത്തരം കൊടി ഉപയോഗിക്കുകയോ സ്ഥാനാർത്ഥിയുടെ പടം വെച്ച് അത്തരം കാര്യങ്ങൾ തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF ക്യാമ്പ് പ്രതിരോധത്തിലായെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണം നൽകി സ്വാധീനിക്കാനുള്ള ഒരു കഴിവും ശേഷിയും പുറത്തില്ല. ഈ കള്ളന്മാര് കള്ളെന്ന് വിളിച്ചോടുന്നൊരു പരിപാടിയുണ്ടല്ലോ, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് UDF പ്രതിരോധത്തിലാണ് എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്. പണം നൽകി LDF വോട്ട് പിടിക്കുന്നുവെന്ന UDFന്റെ ആരോപണങ്ങൾ തെളിയിക്കാൻ LDF UDFന് വെല്ലുവിളിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് വനിതാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. 100 കണക്കിന് വനിതകളാണ് GDM ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ പങ്കെടുത്തത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് വനിതാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. കായംകുളം GDM ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി കായംകുളം KP റോഡിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. 100 കണക്കിന് വരുന്ന വനിതകളാണ് GDM ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലിയിൽ അണിചേർന്നത്. AM ആരിഫിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായാണ് വനിതകൾ റാലിയിൽ പങ്കെടുത്തത്. റാലി പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നപ്പോൾ കൊല്ലം MLA കൂടിയായ M മുകേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. BJPയും കോൺഗ്രസും നുണപ്രചരണം നടത്തി വോട്ട് പിടിക്കുകയാണെന്നും ഓരോ ദിവസവും ഓരോ നുണകൾ പൊളിയുമ്പോൾ അടുത്ത കല്ലുവെച്ച നുണകളുമായിട്ടാണ് കോൺഗ്രസും BJPയും രംഗത്തിറങ്ങുന്നതെന്നും മുകേഷ് കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മുന്നണികളിൽ നിന്നും വിഭിന്നമായി നമുക്ക് പറയാനുള്ളത്, മറ്റ് രണ്ട് മുന്നണികളും രാവിലെ തൊട്ട് കല്ലുവെച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയുവാനുള്ളത് മുഴുവൻ സത്യമാണ്. അങ്ങനെ സത്യവും കള്ളവും തമ്മിലുള്ള വലിയൊരു മത്സരവും കൂടെയാണ് 23-ാം തീയതി നടക്കുന്നത്. യോഗത്തിൽ കേരള മഹിളാ സംഘം നേതാവ് R ഗിരിജ അധ്യക്ഷത വഹിച്ചു. U പ്രതിഭ MLA, മണി വിശ്വനാഥ് തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചുങ്കത് ജ്വല്ലറിയുടെ തൃശൂർ പാലസ് റോഡ് ഷോറൂം പ്രശസ്ത സിനിമാ താരം ദുൽഖർ സൽമാൻ തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. തൃശൂർ പാലസ് റോഡിൽ തടിച്ചുകൂടിയ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി ചുങ്കത് പാലസിന്റെ സിഗ്നേച്ചർ പ്രീമിയം ലോഗോയും ദുൽഖർ പ്രകാശനം ചെയ്തു. ഷോറൂമിന്റെ ഉദ്ഘാടനം ചുങ്കത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ചുങ്കത് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ചുങ്കത് ജ്വല്ലറി സതേൺ റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. കോട്ടയത്ത് VN വാസവന് വോട്ട് അഭ്യർത്ഥിച്ച് യുവജന റോഡ് ഷോ. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച ജേഴ്സി അണിഞ്ഞ് 100-ലധികം വരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും കോട്ടയം നഗരത്തിൽ ആവേശത്തിരയിളക്കി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഷോ കോട്ടയം മുനിസിപ്പൽ പാർക്കിന് മുൻവശത്തു നിന്നായിരുന്നു ആരംഭിച്ചത്. വർണ്ണങ്ങൾ വാരിവിതറി മുന്നോട്ടു പോകുന്തോറും അക്ഷരനഗരിയിൽ ആവേശം അണപൊട്ടി. വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരന്നു. തിരുനക്കരയിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും. അക്ഷരനഗരിയിലെ വിദ്യാർത്ഥികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവനോടൊപ്പമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അക്ഷരനഗരിയിലെ ഈ കാഴ്ചകൾ തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ സംജിത്ത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു. മണ്ഡലത്തിൽ 3 കേന്ദ്രങ്ങളിൽ വൻ ജനാവലി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലികൾ കോടിയേരി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ BJPയും UDFും വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും LDFനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിനെത്തിയത് LDFനു വേണ്ടിയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 3 കേന്ദ്രങ്ങളിൽ LDF റാലികൾ ഉദ്ഘാടനം ചെയ്തു. പെരിയ, നീലേശ്വരം, തുരുത്തി എന്നിവിടങ്ങളിലാണ് കോടിയേരി പ്രസംഗിച്ചത്. ജനങ്ങൾ കോടിയേരിയെ ആവേശപൂർവ്വം വരവേറ്റു. വൻ ജനാവലിയാണ് LDF റാലികളിൽ പങ്കെടുത്തത്. കമ്മ്യൂണിസ്റ്റുകാരെ മുഖ്യ എതിരാളികളായി കണ്ട് കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ പുകഴ്ത്തി പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ CPMനും ഇടതുപക്ഷത്തിനും ചില നല്ല അഭിപ്രായങ്ങൾ കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായി മുന്നോട്ട് വന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ എതിർ പ്രചാരപന ചെയ്താൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. RSSും
CPM-ഉം ഒരുപോലെയാണ്, ഇടതുപക്ഷവും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വന്നപ്പോൾ ഒന്ന് പ്ലേറ്റ് മാറ്റി അവതരിപ്പിക്കാൻ തയ്യാറായത്. ഇത് ഇടതുപക്ഷം അംഗീകാരമുള്ള ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരിച്ചടിയായിട്ട് മാറും. അത് വയനാട്ടിലായിരിക്കും ആ തിരിച്ചടി കിട്ടുക എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇത്തരം പ്രഖ്യാപനങ്ങളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വിശ്വാസികളുടെ പേരിൽ UDF-ഉം BJP-യും വോട്ടഭ്യർത്ഥിച്ചാൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും LDF-നെ പിന്തുണയ്ക്കുമെന്ന് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാനുള്ള വഴി അത് ഈ ഇലക്ഷനിൽ ചെലവാവുകയില്ല. വിശ്വാസികളെല്ലാം BJP-യുടെ കൂടെയാണെന്ന് ധരിക്കണ്ട. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ വിശ്വാസികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് BJP-യുടെ ഈ പ്രചാരവേല കേരളത്തിൽ നേരിടാൻ ഇടതുപക്ഷ മുന്നണി കഴിയും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന തുടരുകയാണ്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ഇന്നലെ സതീഷ് ചന്ദ്രന്റെ പര്യടനം. ഇന്ന് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്ലേശ്ശേരി മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ തൃക്കരിപ്പൂർ മണ്ഡലത്തിലുമായിരുന്നു ഇന്നലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മോദിയുടെയും അമിത്ഷായുടെയും വർഗീയ പരാമർശങ്ങൾക്കുമേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ബൃന്ദ കാരാട്ട്. രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് വയനാട്ടിൽ പറഞ്ഞു. രാജ്യം അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാക്കിയും വർഗീയതയ്ക്കെതിരായ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ്. യുവതിയുവാക്കൾ തൊഴിലിനെക്കുറിച്ചും ദളിതുകൾ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും സ്ത്രീകൾ സമത്വത്തെക്കുറിച്ചുമെല്ലാം മോദിയോട് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. എന്നാൽ വായ തുറന്നാൽ അവർ വർഗീയത മാത്രം സംസാരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ജനങ്ങൾ മോദിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തുവെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Whether the election commission bans it or not, the people of India will ban such speeches. And on 23rd of May, when the election results will be announced, Modi po, Shah po, there will be no Modi, there will be no Shah, there will be a secular government in Delhi. കോൺഗ്രസിന് വർഗീയത ചെറുക്കാനാകില്ല. രാജ്യത്ത് മതേതര സഖ്യത്തിന് ശ്രമങ്ങൾ നടത്തുമ്പോൾ അതില്ലാതാക്കാനാണ് അവരുടെ ശ്രമമെന്നും അവർ പറഞ്ഞു. ബൃന്ദ കാരാട്ട് പങ്കെടുത്ത പൊതുയോഗത്തിനു ശേഷം റോഡ് ഷോ നടന്നു. LDF നേതാക്കളും മന്ത്രി TP രാമകൃഷ്ണനും പങ്കെടുത്തു. കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ചെങ്കൊടിയേന്തി PP സുനീറിന് പിന്തുണയുമായി റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇന്ത്യയിൽ മതേതരത്വം തകർത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം SRP. പന്തളം കുളനടയിൽ നടന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു S. രാമചന്ദ്രൻ പിള്ള. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള മണ്ഡലത്തിലെത്തിയത്. പന്തളം കൊളനടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച SRP പ്രസംഗവേളയിൽ BJPയുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടി. ഇന്ത്യയിൽ മതേതരത്വം തകർത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് BJP ശ്രമിക്കുന്നതെന്നും അതിനാൽ മതേതരത്വവും ജനാധിപത്യ സംവിധാനങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ശക്തി വർദ്ധിപ്പിക്കണമെന്നും SRP വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നതാണ്. പാർലമെന്റ് വേണോ വേണ്ടയോ എന്നതാണ്. നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന ഉണ്ടായിരിക്കണോ വേണ്ടയോ എന്നതാണ്. ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ BJPയുടെ നേതാക്കന്മാരാണ്. K. ശിവൻകുട്ടി അധ്യക്ഷനായ യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, LDF നേതാക്കളായ ഓമല്ലൂർ ശങ്കരൻ, R. തുളസീധരൻ പിള്ള, VP രാജശേഖരൻ പിള്ള, രേഖ അനിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്.
ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലച്ചിത്ര ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ മനു ചേരും. നമസ്കാരം.